പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ കാത്തിരുന്ന ആ ദിവസം കഴിഞ്ഞു. എല്ലാവരുടെയും ആകാംക്ഷ ഇന്ന് കഴിഞ്ഞു. പണ്ടൊക്കെ പറയും വോട്ട് പെട്ടിയിലായിരുന്നു. ഇപ്പോൾ പെട്ടിയിലല്ല, യന്ത്രത്തിലായി. പക്ഷെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും പോയില്ലെങ്കിലും ഇതുവരെയുള്ളതിൽ വെച്ച് നല്ലൊരു പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് മെയ് 4 വരെ കാത്തിരുന്നേ തരവുള്ളൂ. ആർക്കാണ് ഈ പോളിംഗ് ശതമാനം കൂടിക്കൊണ്ട് ഗുണം ചെയ്തത്, അതിൻ്റെ കുറവാർക്ക് വന്നു എന്നൊക്കെ നമ്മൾ 4 തീയതി വരെ കാത്തിരിക്കണം. പക്ഷെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഇലക്ഷനിലെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് കാണിച്ച ഈ ആവേശം തീർച്ചയായിട്ടും ഒരു മാറ്റത്തിൻ്റെ ഒരു സൂചനയാണ് എന്നാണ് നമുക്ക് പറയാനൊക്കുന്നത്. കാര്യം അല്ലെങ്കിൽ ഇത്രയും ആവേശത്തോടുകൂടി ഈ ചൂട് കാലത്തൊക്കെ ആൾക്കാർ പോയിട്ട് ഇത്രയും ഒരു പോളിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് ഒരു വോട്ടിൻ്റെ നിലവാരം ഉയർത്തത്തില്ല. എന്തു വന്നാലും ഇപ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ, ഇതിൻ്റെ ഫലം അറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. ഇപ്പോൾ ഇനി നാളെ തൊട്ട് ചാനൽ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവർക്ക് സമയമുണ്ട്, ഒരു 10-25 ദിവസം. അവിടെ അങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, അവരിങ്ങനെ ആയിരുന്നു ജയിക്കുന്നു. പക്ഷേ സത്യാവസ്ഥ അറിയണമെങ്കിൽ 4 തീയതി വരെ കാത്തിരിക്കണം. അതുവരെ ഇവർ പറയുന്നതൊക്കെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പറയുന്നത് നമുക്ക് കേട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യാം. സത്യാവസ്ഥ 4 തീയതി അറിയാം. അതുവരെ നമ്മളെല്ലാവരും കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.